കളരിയുടെ ആർട്ട് ഫോം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കളരിക്ക് വിവിധങ്ങളായിട്ടുള്ള കലാബന്ധങ്ങളുണ്ട്. അഭിനയത്തിൻ്റെ അടിസ്ഥാനമുള്ള ഒരു സംഭവമാണ് കളരിപ്പയറ്റ്. പിന്നെ പലരും കളരിയെ ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും ഏറ്റവും വിശ്വകലയായി മാറിയിട്ടിരിക്കുന്ന കഥകളിയുടെ മുഴുവൻ ഊർജവും, കഥകളിയുടെ മുഴുവൻ എന്താ പറയുന്ന ഒരു കലാകാരനെ പൂർണ്ണമായി വാർത്തെടുക്കുന്ന കളരിപ്പയറ്റിൻ്റെ ശൈലിയിൽ തന്നെയാണ്. കളരിയുടെ വടക്കൻ സമ്പ്രദായത്തിലെ അറപ്പൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമാണ്. അപ്പോൾ അതിൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം യൂട്യൂബിൽ ഒരാൾ കളരിപ്പയറ്റ്, ഗൂഗിള്, യൂട്യൂബ് ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കാണുന്ന എന്താ, ഒരു പയറ്റ് സമ്പ്രദായമുണ്ട്, പുലിയങ്കം. കളരിയും ചികിത്സാരീതിയും പിന്നെ ജ്യോതിഷവും. അതായത് ഗുരുക്കളെ, നമ്മളിപ്പോൾ ഈ പറയുന്ന കളരിയെ പറ്റി സംസാരിക്കുമ്പോൾ കേരളത്തിനകത്ത് ഓൾമോസ്റ്റ് പല ആൾക്കാർക്കും ഈ മാർഷൽ ആർട്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനു മുൻപ്, അതായത് നമ്മുടെ മുൻജന്മം, ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിച്ച് വന്ന കളരിയായിരുന്നു. അതിനുശേഷം നമ്മുടെ പിതൃക്കൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം കളരിയായിരുന്നു. ഒരു ന്യൂ ജനറേഷൻ വരുന്ന സമയങ്ങളിൽ മാർഷൽ ആർട്ടിസ്റ്റിൻ്റെ മാർഷൽ ആർട്സിന് ഒരുപാട് വിഭിന്നങ്ങളായ ഇൻ്റർനാഷണൽ എന്താ പറയുക ഒരു റെപ്യൂട്ടേഷനോട് കൂടി ആൾക്കാർ ആ പേരിനോട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഒരു സമയങ്ങളിൽ തെക്കൻ കളരി, വടക്കൻ കളരി എന്ന പേരിൽ പല പല കളരി സിസ്റ്റങ്ങൾ രൂപാന്തരപ്പെടുന്നത്. ജെന്യൂനായിട്ടുള്ളവരും ഉണ്ടാകാം, അല്ലാതെ പേര് വച്ച് പ്രശസ്തി ആർജിച്ച് വരുന്നവരും ഉണ്ടാകാം. ഈ കളരിയും ചികിത്സാ രീതിയും ഈയിടെ കാലങ്ങളിൽ പത്രങ്ങളിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകുന്ന സമയങ്ങളിൽ, ഫൈനൽ എക്സാം കഴിയുന്ന സമയങ്ങളിൽ ഇങ്ങോട്ടും ഉണ്ടാകുന്ന ദേഷ്യങ്ങൾ കയ്യാങ്കളിയാവുന്നു. ഒരാൾ വീഴുന്നു, ഒരു ഗുരുക്കൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു, പുള്ളിക്കാരനെ തടവുന്നു, മാറ്റുന്നു. പക്ഷേ നല്ലൊരു കളരി ഗുരുക്കളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സാ രീതി അദ്ദേഹത്തിന് അറിയാമായിരിക്കില്ലേ? മറുതട്ട്, അതാണ് അതിൻ്റെ വാക്കെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ തിരുത്തുക. ഒന്ന് പറയാമോ? അത്തരം ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഒരു കളരി വിദ്യാർത്ഥി അത്തരത്തിലൊരു കോലാഹലത്തിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം. ശരി. കാരണം അവൻ വ്യത്യസ്തനാണ്. അതെ. വടക്കൻ സമ്പ്രദായം എന്ന് പറയുന്ന കളരിപ്പയറ്റിൻ്റെ തനത് സമ്പ്രദായം, അതിൻ്റെ പാരമ്പര്യം സമസ്ത ശാസ്ത്രങ്ങളുടെയും കലകളുടെയും ആദിഗുരുവായ ശ്രീപരമേശ്വരനിൽ നിന്ന് തുടങ്ങി പരശുരാമൻ വഴി വരുന്ന ഒരു പരമ്പരയാണ് കളരിക്കുള്ളത്. അത് വളരെ നിഷ്ഠയായ ജീവിതശൈലികളോടുകൂടി പോകുന്ന ഒരു സിലബസ് അതിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കളരി വിദ്യാർത്ഥി, യോദ്ധാവാകാനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അത്തരം വിഷയങ്ങളിൽ ചെന്ന് പോകുകയോ അവിടെ വന്ന് ഗുരു ഇടപെടുകയോ ചെയ്യുക എന്നുള്ളത് തന്നെ ഞാൻ പഠിച്ച സമ്പ്രദായത്തിൽ ഉണ്ടാകാറില്ല. ഒന്ന്. രണ്ട്, മാർഷൽ ആർട്സ് എന്നുള്ള ആ ടീമിൽ കളരി ഒരു മാർഷൽ ആർട്സ് അല്ല. അതെ. കളരിയുടെ ആർട്ട് ഫോം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കളരിക്ക് വിവിധങ്ങളായിട്ടുള്ള കലാബന്ധങ്ങളുണ്ട്. അഭിനയത്തിൻ്റെ അടിസ്ഥാനമുള്ള ഒരു സംഭവമാണ് കളരിപ്പയറ്റ്. കാവാലം തൻ്റെ നാടകങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ കഥാപാത്രങ്ങളെ തയ്യാറാക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് കളരിയുടെ സ്റ്റെപ്പുകൾ, അതായത് വടിവുകളാണ് പ്രധാനമായും. ഞാനുമായിട്ട് അവസാന കാലഘട്ടത്തിൽ നല്ല ബന്ധമായിരുന്നു. അതെനിക്കൊരു നഷ്ടവുമായിപ്പോയി. അദ്ദേഹം തന്നെ പല വടിവുകളിൽ നിന്ന് ആ ഒരു തന്മയീഭാവതലം പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു പറഞ്ഞ പോലെ ഈ മൾട്ടിപ്പിൾ ഡ്യുവൽ ലെവലിൽ ആ പേഴ്സണാലിറ്റി ചേഞ്ച് ആക്കിയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം തൊഴുതമർന്നു എന്ന് പറയുന്ന അമർച്ച, അത് തന്നെ പറയാം. നമ്മളൊരു വിദ്യാർത്ഥിയെ ആദ്യം കളരിയിൽ വടക്കൻ സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്ന തൊഴുതമർച്ചയാണ്. മൂന്നിലൊരു ഭാഗമായി ശരീരത്തെ ചുരുക്കുക, അവനെ ഒന്ന് കംപ്രസ് ചെയ്യുക, മൊത്തത്തിൽ കംപ്രസ് ചെയ്യുക, അതാണ് തുടക്കം. അങ്ങനെ കംപ്രസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വിദ്യാർത്ഥിയിൽ അവിടെ ചെന്ന് ചാടി കൊടുക്കത്തില്ല. ആ തൊഴുതമർച്ചയിൽ അവനെ പഠിപ്പിക്കുന്നത് എന്താ? നീ ഇപ്പോൾ നിൽക്കുന്നത് തൊഴുതമർന്നാണ്. ഇത് കളരിപ്പയറ്റിൻ്റെ ഗജവടിവാണ്, ഗജമാന. അപ്പം ആനയുടേതായ നോട്ടവും
ആനയുടേതായ ശാരീരികമായ ഒരു ഏകദേശം സൈഡ് ആംഗിളിൽ നമ്മൾ ഗജപൃഷ്ഠ രീതിയിൽ വന്നിട്ടാണ് അമരുന്നത്. അപ്പം ആ തൊഴുതമർച്ചയിൽ നിൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ നീ കണ്ടിട്ടുള്ളതിൽ വെച്ച് എന്താണ് ആനയുടെ പ്രത്യേകത? നമ്മൾ വീരത്വമാണ് ആനയ്ക്കുള്ളത്. ആ പൂർണ്ണ തുറച്ചു നോട്ടവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു നല്ല വടിവ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ ആനയുടെ പൂർണ്ണത ഇതവൻ്റെ ശരീരത്തിലും മനസ്സിലും കൊടുക്കും. അപ്പോൾ അവൻ്റെ സൈറ്റോപ്ലാസത്തിൽ ആക്റ്റീവ് ഹോർമോൺസ് ഉണ്ടാകും, അവനിൽ ഓട്ടോമാറ്റിക്കലി വീരത്വം ഉണ്ടാകും. അഭിനയിക്കുമ്പോഴും ഇത് തന്നെ കിട്ടും. അങ്ങനെ നിരവധി സാധ്യതകൾ, അഭിനയം പഠിപ്പിക്കാനും പറ്റിയ സാധ്യതകളുള്ള വലിയൊരു ശാസ്ത്രം തന്നെയാണ് കളരി. അതുകൊണ്ടാണ് മിക്കവാറും സിനിമയിലുള്ളവർ കണ്ടമാനം പേരും കളരി പഠിക്കുന്നത്. അതിന് കാരണം അത് അഭിനയത്തെ നല്ലപോലെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ഉപയോഗിച്ചതും കാവാലമാണ് എൻ്റെ അറിവിൽ. പിന്നെ പലരും കളരിയെ ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും ഏറ്റവും വിശ്വകലയായി മാറിയിട്ടിരിക്കുന്ന കഥകളിയുടെ മുഴുവൻ ഊർജവും, കഥകളിയുടെ മുഴുവൻ എന്താ പറയുന്ന ഒരു കലാകാരനെ പൂർണ്ണമായി വാർത്തെടുക്കുന്ന കളരിപ്പയറ്റിൻ്റെ ശൈലിയിൽ തന്നെയാണ്. കളരിയുടെ ഒഴിച്ചിലാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. മെയ്യറപ്പടവുകൾ എന്ന് പറഞ്ഞിട്ട് കലാമണ്ഡലത്തിൻ്റെ സിലബസിലുള്ള അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ കഥകളി പഠിപ്പിക്കുന്ന ആശാന്മാർ പഠിപ്പിക്കുന്ന ശൈലിയിലും എല്ലാം മെയ്യറപ്പടവുകൾ എന്ന് പറഞ്ഞിട്ട് കളരിയുടെ മെയ്യഭ്യാസ രീതികളാണ്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ വേദബന്ധികളായി കിടക്കുകയാണ്. ഇപ്പം നാട്യശാസ്ത്രവും ഈ പറഞ്ഞ പോലെ ഇതര ശാസ്ത്രകലകളും എല്ലാമായിട്ടും വലിയ ബന്ധങ്ങളാണുള്ളത്. കളരിക്കുള്ള ഏറ്റവും ബന്ധങ്ങൾ ഇതിനകത്തെ കല തലങ്ങളൊന്ന്, കളരി അടിസ്ഥാനമായിട്ട് ആയോധന ശാസ്ത്രമാണ്, സയൻസാണ്, ആർട്ട് ഫോം അല്ല. ഇതിൽ നിന്നും പോയ ഇതരമായിട്ട് വേറെ ശൈലികളിലേക്ക് പോയതാണ് ഇതിൻ്റെ ആർട്ട് ഫോം ലെവലിലേക്ക് പോയത്. ഇതിന് ആർട്ട് ഫോം ലെവലിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ പരിശ്രമിച്ച ആളാണ് നമ്മുടെ സി വി നാരായണൻ നായർ. അദ്ദേഹം ഗുരുക്കൾ സി വി നാരായണൻ നായർ, CVNൻ്റെ ഫൗണ്ടർ. അദ്ദേഹമാണ് ഏറ്റവും നല്ല രീതിയിൽ ദൃശ്യഭംഗിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മെയ്യഭ്യാസങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ ശൈലികളും ഉണ്ടാക്കി. ആ രീതിയിൽ കളരിയുടെ വടക്കൻ സമ്പ്രദായത്തിലെ അറപ്പൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായ രീതിയിൽ നമ്മുടെ നിഞ്ചാസൊക്കെ ഇപ്പോഴത്തെ സിനിമകളിലോ അല്ലെങ്കിൽ കണ്ടു കേട്ടുപോകലോ അതിനേക്കാട്ടിലൊക്കെ തീവ്രമായ വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സും ഒക്കെ ഉള്ള സമ്പ്രദായങ്ങളുണ്ട് വടക്കൻ കളരികൾക്ക്. ഈ തെക്കും വടക്കും സമ്പ്രദായങ്ങൾ വന്നത്, ഞാൻ ആദ്യം മുതൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ പറയണം. തെക്കും വടക്കും സമ്പ്രദായങ്ങൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായതിൻ്റെ പേരിൽ ഉണ്ടായതാണ്. അല്ല, സെപ്പറേറ്റ് സിസ്റ്റം ഇല്ല, ഒറ്റ സിസ്റ്റം തന്നെയാണ്. അല്ല, തമിഴ് സ്വാധീനമുള്ള ഭൂപ്രദേശങ്ങളിൽ ചിലമ്പുവുമായി ബന്ധപ്പെട്ടും അടിതടയുമായി ബന്ധപ്പെട്ടും അഗസ്ത്യന്റെ പരമ്പരയുമായി ബന്ധപ്പെട്ടും കണക്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് തെക്കൻ. അതിന് കളരിപ്പയറ്റ് എന്നല്ല പേര്. പക്ഷെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സംവിധാനത്തിന് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് നൂറ്റാണ്ടുകളുടെ കാലഘട്ടങ്ങളുടെ വ്യത്യാസം വെച്ചിട്ട് പിന്നെ ഏകീകൃതമായി. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തിരുവിതാംകൂറിൻ്റെ രാജാക്കന്മാർ വടക്കു നിന്ന് കളരി ഗുരുക്കന്മാരെ കൊണ്ടുവന്നു. ഇവിടുത്തെ പടനായകന്മാർക്കും അല്ലെങ്കിൽ യോദ്ധാക്കന്മാർക്കും ഒക്കെ വേണ്ട വിധമായ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവർ വന്നു. അപ്പോൾ ഇവർ ബേസിക്കലി ഇവിടുത്തെ സമ്പ്രദായം ഉള്ളവരാണ്, തമിഴ് യുദ്ധത്തിൻ്റെ ശൈലികൾ ഇതൊക്കെ ഉള്ളവരാണ്. അപ്പം ഇതൊന്ന് മിക്സായി. അപ്പം വടക്കിൻ്റെ പൂർണ്ണമല്ലാത്ത ഒരു സമ്പ്രദായം തെക്കിൻ്റെയും കൂടെ ചേർന്നൊരു രീതി ഇതൊക്കെയാണ്. കാരണം അത് കളരിപ്പയറ്റ് രണ്ട് രീതിയും കാണുമ്പോൾ മനസ്സിലാവും, ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കളരി ഞങ്ങളൊക്കെ താഴോട്ടിറങ്ങി പോകുന്നവരാണ്, മുകളോട്ടല്ല പോകുന്നത്, താഴോട്ട്. എത്ര പുറയിലേക്ക് പോയി എന്തൊക്കെ കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത്, പഴയത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, മുകളിലോട്ട് കയറാനല്ല. അപ്പോൾ അതിൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം യൂട്യൂബിൽ ഒരാൾ കളരിപ്പയറ്റ്, ഗൂഗിള്, യൂട്യൂബ് ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഒരു പയറ്റ് സമ്പ്രദായമുണ്ട് പുലിയങ്കം.